ഹലോ, എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കൊല്ലം ജില്ലയിൽ എത്ര പാലങ്ങൾ അയച്ചിപ്പോക്കുള്ളൊരു നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. മൊത്തത്തിൽ 7 പാലങ്ങളുണ്ട്. ഇട്ടിക്കര പാലം, മാങ്ങാടി പാലം, നീരാവി പാലം, കാവനാട് പാലം, നീണ്ടക്കര പാലം, ചാവറ പാലം, കന്നീട്ടി പാലം. കൊല്ലം ജില്ലയിൽ NH 66 റോഡ് കടലിലോട്ട് പൊക്കുന്നത് ഒരുപാട് പണിയുണ്ടായിരുന്നു. എന്താ ആലോചിച്ച് നോക്കിയാണ്. ഈ കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ അറ്റമൊരു കായലാണ് നമ്മൾ ഈ റോഡിൽ കടന്ന് പൊക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഏകദേശം 7 പാലങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ കഫീറ്റും പിന്നെ അവിയൽ ചാനൽ, ഈ 2 ചാനൽ അവർക്ക് ഡ്രോണിൽ പറപ്പിക്കുന്ന ആ വീഡിയോയിൽ നമ്മൾ കട്ട് എഡിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ശ്രമിക്കുക. അപ്പോൾ എല്ലാം വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. നീണ്ടക്കര പാലം, ഇട്ടിക്കര പാലം എല്ലാം വീഡിയോ ഓരോ പാലങ്ങളൊക്കെയാണ്. NH 66 റോഡ് കൂടെ ഈ പാലങ്ങൾ കൂടെയുള്ള ഈ കൊല്ലം ജില്ലയിൽ മാത്രം 7 പാലങ്ങളാണ് NH 66 റോഡ്. ഈ പാലങ്ങളാണ് കടലിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ എന്തെല്ലാം ആലോചിച്ച് നോക്ക്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കാണാം. ഇപ്പം നേരെ ഇത്തിക്കര പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവരുടെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. കൂടുതൽ മിറ്റിലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡറുകളൊക്കെ ഉയർത്തി വെക്കുന്ന പണിയായിരിക്കും. അതൊക്കെ ഇനി പതുക്കെയായിരിക്കും ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ ചാട്ടാന്നൂർ ഭാഗത്തടുത്താണ്. അത് കഴിഞ്ഞാണ് ഇട്ടിക്കര പാലം ബ്രിഡ്ജിലാണ്. അപ്പോൾ ഏകദേശം 60 അല്ലെങ്കിൽ 50 മീറ്റർ ഉള്ള പാലം വേഗം പൂർത്തിയാകും. ചാട്ടാന്നൂർ തൊട്ട് മയവരം വരെ ഇതിനിടയിൽ ഇട്ടിക്കര ബ്രിഡ്ജിനിടെ കഴിഞ്ഞ ഒരു മാസത്തിൽ വീഡിയോ എടുത്തതാണ് ഈ കഴിഞ്ഞത്. ഇപ്പം നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടത്തെ ഈ സൈഡിലായിട്ടാണ് ഇവരുടെ പ്ലാന്റ് ഉള്ളത്. ഇവിടെയായിട്ടാണ് കോൺക്രീറ്റ് ഒക്കെ കൂട്ടി NH 66 റോഡിൽ ഈ വഴിയിൽ കൂടെ കടന്നു പോകുന്നൊരു മാങ്ങാടി പാലം, കടവൂർ പാലം, ഈ 2 ഒരുമിച്ച് അപ്പുറം ഇപ്പുറം കടത്തി വിടുന്നതാണ്. ഏകദേശം 850 മീറ്റർ വരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിർമ്മാണം പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ അപ്ഡേറ്റാണ്. നേരെ പോകുമ്പോൾ ഇത് കാവനാട് ജംഗ്ഷനിലോട്ട് എത്തും. ഇത് ഒരു അഷ്ടമിയുടെ കായലാണ്. ഏറ്റവും രണ്ടാമത്തെ നീളം കൂടിയ കായലാണ്. ഇതാണ് മാങ്ങാടി പാലം, കടവൂർ പാലം 2 ഒരുമിച്ച് കയറുന്നതാണ് NH 66. കൊല്ലം ജില്ലയിൽ NH 66 റോഡ് നേരെ കടങ്ങി പൊക്കുന്നത് മാങ്ങാട് കടവൂർ കഴിഞ്ഞ് അത് നേരെ പോകാം. കടവൂർ ജംഗ്ഷനിലാണ് നേരെ നീരാവിൽ ബ്രിഡ്ജ് പൂരിപ്പുക. കാവനാട് ജംഗ്ഷനിലാണ് അവിടം വരെ എത്തിക്കഴിഞ്ഞു. അടുത്തായി നീരാവിൽ ബ്രിഡ്ജിൻ പാലം ഇതുവരെ കണ്ടു. ഏകദേശം ഒരു 95 മീറ്റർ ഉള്ള പൂർത്തിയായി കഴിഞ്ഞ്. ഇനിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞ് എത്ര വേഗം പെട്ടെന്നാവും. അപ്പോൾ ഈ നീരാവി പാലമാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാണ് കാവനാട് പാലം കടലിലോട്ട് പൊക്കുന്നത്. അതിൻ്റെ അപ്പുറം ഇവിടെയാണ് കൂർപ്പുയാണ് സ്ഥലത്തിൻ്റെ പേര്. അതിൻ്റെ അപ്പുറം കിടക്കുകയാണ് കാവനാട് പാലം. ഇതല്ലേ കടലും എല്ലാം ഒക്കെ കയറുന്ന ഓരോ കപ്പല് ഓരോ ജോലികളിലേക്ക് പോകുന്നത്. അപ്പോൾ നീളം പറഞ്ഞാൽ 650 വരെ കാണും.
ഇതിങ്ങോട്ട് കടങ്ങിപ്പോക്കുന്നത്. അപ്പോൾ അറ്റം ഇവിടെ കായലാണ്, ഇവിടെ നിറച്ചികൾ കായലാണ്. അപ്പോൾ ഇവിടെ ഒരു പാലം ഒരു തൂങ്ങലൊക്കെ പകുതിയായി തുടങ്ങുന്നുള്ളൂ. ഇത് പൂർത്തിയാകും, പിന്നെ പൂർത്തിയാകും എന്ന് അറിയില്ല. ഒരു വർഷം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ ബൈപ്പാസ് ആരംഭിക്കുന്ന ശക്തികുളങ്ങര ഭാഗം മുതലാണ് ശിവാലയ കമ്പനിയുടെ വർക്ക് ആരംഭിക്കുന്നത്. ുള്ള വ്യാപാര സഞ്ചാര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് 1924 മഹാകവി യാത്രകളുണ്ട്. പുതിയ ഇപ്പോൾ നിലയിലുള്ള പാലത്തിലൂടെയും പോയിട്ടുണ്ട്. ഇനി വരുന്നത് ജീവിച്ചിരിക്കാനേ ഇവിടെ തടി ഇതിലായിരുന്നു സേതുലക്ഷ്മി പാലം, നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട്, വണ്ടി പോകുമായിരുന്നു. 420 മീറ്ററാണ് ഒരു പാലത്തിന്റെ നീളം. അതായത് 2 പാലവും കൂടി 840 മീറ്റർ നീളം വരും. 1.5 വർഷത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാകും എന്നാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി നൽകിയിരിക്കുന്ന ഉറപ്പ്. പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം, കുറേ നാളിന് ശേഷമാണ് പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഈ പോകുന്ന കായലെന്ന് പറയുന്നത് ദേശീയ ജലപാതയാണ്. അപ്പം അതിൻ്റെ അനുമതി കിട്ടണമായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി. ചാവറ പാലം ഏകദേശം നീളം ഒരു 50 മീറ്റർ ഉള്ളൂ. ഈ ചെറിയൊരു പാലമാണ്, ചുട്ടപ്പുറമാണ് ആയിട്ട്. നേരെ പോകുമ്പോൾ പള്ളിയുടെ അടുത്തുള്ളതാണ് കന്നേറ്റി പാലം ആണ് ഇവിടെ ബ്രിഡ്ജിനടക്ക്. നീളം ഒരു 100 മീറ്ററേ ഉള്ളൂ. ഒരുപാട് പണി കഴിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം കടങ്ങി പോകുമ്പോൾ കരുണാക പള്ളിക്ക് പോവാം.